നിങ്ങൾക്കറിയാമോ, സലഫുസ് സാലിഹീങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരായത്തുണ്ട്. സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്താണ്. മഹ്ശറിലെത്തുമ്പോൾ മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്ന്. ഈ ആയത്ത് ഓതിയതിനു ശേഷം മുന്നോട്ട് ഓതാൻ സാധിച്ചിരുന്നില്ല പല ആളുകൾക്കും. കാരണം എന്താണ്? മനുഷ്യൻ പല നിലക്കുമുള്ള വ്യാമോഹങ്ങളിലാണ്. അത് പുറത്തു തരുമെന്നുണ്ടല്ലോ, എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നുണ്ടല്ലോ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാമെന്നുണ്ടല്ലോ, ഇങ്ങനെ തുടങ്ങി ഞാൻ മുസ്ലിമാണല്ലോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ എന്നെല്ലാമുള്ള ധാരണകളിൽ മനുഷ്യനെ പിശാച് തളച്ചിടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്. യഹൂദ ക്രൈസ്തവർക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഇനി നരകത്തിൽ കിടന്നാൽ തന്നെ ഇല്ല അയ്യാമൻ മഅദൂദ, കുറഞ്ഞ ദിവസം. കാരണം നബിയുടെ ശുപാർശയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ശുപാർശയിൽ രക്ഷപ്പെടാം. പിന്നെ സ്വാലിഹീങ്ങൾ ശുപാർശ ചെയ്യും, പിന്നെ ശുഹദാക്കൾ ശുപാർശ ചെയ്യും, പിന്നെ അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തും, ഇതിലൊക്കെ ഞാൻ അങ്ങ് പെടും. ഇങ്ങനെയായിരുന്നു യഹൂദ ക്രൈസ്തവരും പറഞ്ഞിരുന്നത്. അഥവാ ഞങ്ങൾ നരകത്ത് പോയാൽ തന്നെ ഇല്ല അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസം മാത്രമേ അവിടെ ഉണ്ടാകൂ, പിന്നെ ഞങ്ങൾ സ്വർഗത്തിലാണ്. അള്ളാഹു പറയാണ്, ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങളോ വേദക്കാരോ വിചാരിക്കുന്നത് പോലെയല്ല. മൻ യഅമൽ സൂഅൻ യുജ്സ ബി. ആര് തെറ്റ് ചെയ്താലും അള്ളാഹു അവനെ പിടിക്കും.